കെ സുഹൈൽ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സുഹൈൽ, നോക്കൂ, ഇപ്പോൾ 25-ാം ദിവസത്തിലേക്കാണ് ഈ ആക്രമണം കടന്നിരിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്ക ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇറാൻ കീഴ്പ്പെടുകയാണെങ്കിൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നായിരുന്നു. പക്ഷേ അമേരിക്കയുടെ ആഗ്രഹം എന്തായാലും നടന്നില്ല. എന്തായിരിക്കാം ഇത്തരമൊരു നീക്കത്തിലേക്ക് ട്രംപിന് സമ്മർദ്ദത്തിലാഴ്ത്തിയത്? അനീഷ, ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് പലതരത്തിലാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒന്ന്, സമ്പൂർണ്ണമായി ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നു. ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും ഉയർന്നു വരുന്ന സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ചും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഉയരുന്ന സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക രംഗത്തുള്ള വലിയ സമ്മർദ്ദം, ഇതിനെല്ലാം അതിജീവിക്കാൻ ഇറാൻ ചർച്ചയിലേക്ക് വരുന്നു എന്ന ഒരു നുണ പറഞ്ഞുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിച്ച് കളയാം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് വിചാരിക്കുന്നത് എന്ന് ഒരു കൂട്ടം ആളുകൾ കരുതുന്നു. കാരണം ആ തരത്തിൽ ആഭ്യന്തര തലത്തിലുള്ള സംഘർഷമുണ്ട്. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ യുദ്ധം മുന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് പറയുന്ന ആളുകൾ കൂടിയുണ്ട്. അതിൻ്റെ അർത്ഥത്തിൽ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക, അതിനുള്ളൊരു വഴിയായി ഇറാൻ ഈ ചർച്ചയ്ക്ക് വരുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് അമേരിക്ക കുറച്ചുകൂടി ഒരുങ്ങാൻ ഒരു സാവകാശം തേടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ USS ജെറാർഡ് ആർ ഫോർഡ് ഇപ്പോൾ നിലവിലുള്ള സ്ഥലത്ത് നിന്നും മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി ഈ യുദ്ധവിമാനങ്ങൾക്കും അതേപോലെ തന്നെ റീഫ്യൂവലിംഗ് വിമാനങ്ങൾക്കുമെല്ലാം തിരിച്ചെത്താനുള്ള ഒരു സാധ്യത, അതിനാണ് ഈ 5 ദിവസത്തെ ഇടവേള ഡൊണാൾഡ് ട്രംപ് ഇട്ടിട്ടുള്ളത് എന്ന് പറയുന്ന ആളുകൾ കൂടിയുണ്ട്. മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഉയർന്നു വരുന്ന എണ്ണവില, സാമ്പത്തിക രംഗത്തുള്ള വലിയ തിരിച്ചടി, ആ സാമ്പത്തിക മേഖലയിലുള്ള ആളുകൾക്ക് ചെറിയൊരു സമാശ്വാസം നൽകാനും യുദ്ധം അവസാനിക്കുന്നു എന്ന ഒരു ഫീൽ നൽകിക്കൊണ്ട് എണ്ണവിലയിൽ അടക്കം ഒരു സ്ഥിരത കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പൊടിക്കൈയാണ് ഇപ്പോഴത്തെ ഈ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. ഇങ്ങനെ 3 അർത്ഥത്തിലാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. ഏതായിരുന്നാലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരാത്തതുകൊണ്ട്, യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് നെതന്യാഹു പറയാത്തത് കൊണ്ട് തന്നെ ഈ 3 സാധ്യതകളും അതേപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്. ഇറാൻ പറയുന്നത് ഒരർത്ഥത്തിലും ചർച്ചകൾക്ക് തങ്ങൾ വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് വഴങ്ങുകയാണെങ്കിൽ ഇറാൻ പറഞ്ഞിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. ഒന്ന്, ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. മറ്റൊന്ന്, നഷ്ടപരിഹാരം നൽകണം. ഗൾഫ് മേഖലയിലുള്ള US ബേസുകൾ ഇനി അടച്ചുപൂട്ടണം. ഈ 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളടക്കം പാലിച്ചാൽ മാത്രമേ ഈ ചർച്ചയിലേക്ക് തന്നെ കടക്കുന്നതിൽ പ്രസക്തിയുള്ളൂ എന്നാണ് ഇറാൻ ഭരണകൂടം പറയുന്നത് എന്നാണ് തസ്നീം അടക്കമുള്ള ഇറാനിയൻ ന്യൂസ് ഏജൻസികൾ പറയുന്നത്.